കായിക പ്രേമികളെ, ഫുട്ബോൾ പ്രേമികളെ, ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ 6ാമത്തെ മത്സരം ഇത് ആരംഭിക്കുകയായി. മുൻ വർഷത്തെ ചാമ്പ്യന്മാരായ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ ചരിത്രത്തിൽ എപ്പോഴും നമ്മുടെ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ട്വിങ്കിൾ സ്റ്റാർ ഫ്രണ്ട്സും കുരിശടിമുക്ക് ഫ്രണ്ട്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത്യുജ്വലവും ആവേശകരവുമായ ഈ ഫുട്ബോൾ മാമാങ്കം കണ്ടാസ്വദിക്കുവാൻ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും കാർമൽ സ്പോർട്സ് ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എന്നും പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നട്ടെല്ലായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ തൊഴിലെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്കായി തത്സമയം സംപ്രേഷണത്തിലൂടെ നമ്മൾ ഈ മത്സരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പരുത്തിയൂർ സെന്റ് മേരീസ് അസോസിയേഷൻ UAE ദുബായ് മീഡിയ റൂമിൽ നിന്നും നിങ്ങളോടൊപ്പം തത്സമയ കളി വിവരണവുമായി ഞാൻ രാജൻ കെ പരുത്തിയൂരും ചേരുന്നു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംഗമ ഭൂമിയായ പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഇൻഡിപെൻഡൻസ് കപ്പ് ടൂർണമെന്റ് വേദിയിൽ അടുത്ത മത്സരത്തിനായി ഇതാ തൂവെള്ള ജേഴ്സിയിൽ ട്വിങ്കിൾ സ്റ്റാർ FC-യും കുരിശടിമുക്ക് ബ്ലാക്ക് ടീമും ഇതാ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളായി കായിക താരങ്ങളെ പോറ്റി വളർത്തുന്ന കായിക കേരളത്തിന്റെ തിലകക്കുറിയായ വിവിധ കായിക മേഖലകളിൽ മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള തീരദേശത്തെ മികച്ച സംഘാടകരിൽ ഒരു ടീമായ പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 6ാമത്തെ മത്സരം ഇത് ആരംഭിക്കാൻ പോകുന്നു. സ്കൈ ബ്ലൂ ജേഴ്സിയിൽ ട്വിങ്കിൾ സ്റ്റാർ FC-യും സ്കൈ ബ്ലൂ ജേഴ്സിയിൽ കുരിശടിമുക്ക് ബ്ലാക്ക് ടീമും തൂവെള്ള ജേഴ്സിയിൽ ട്വിങ്കിൾ സ്റ്റാർ B ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത്യുജ്വലവും ആവേശകരവുമായ ഈ ഫുട്ബോൾ മാമാങ്കം കണ്ട് ആസ്വദിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും കാർമൽ സ്പോർട്സ് ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ കളി തത്സമയം വീക്ഷിക്കുന്ന എല്ലാ പ്രവാസി സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കായിക പ്രേമികളെ, ഫുട്ബോൾ പ്രേമികളെ,
നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. പരുത്തിയൂരിലെ മികച്ച 16 ടീമുകളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പിലെ 6ാമത്തെ മത്സരത്തിൽ പരുത്തിയൂരിന്റെ കരുത്തായ ട്വിങ്കിൾ സ്റ്റാർ എഫ് സിയും കുരിശടിമുക്ക് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത്യുജ്വലവും ആവേശകരവുമായ ഈ ഫുട്ബോൾ മാമാങ്കം കണ്ട് ആസ്വദിക്കുവാൻ കായിക പ്രേമികളായ എല്ലാവരെയും ഞങ്ങൾ കാർമൽ സ്പോർട്സ് ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് തത്സമയം ഈ കളി വീക്ഷിക്കുന്ന എല്ലാ പരുത്തിയൂർ നിവാസികളെയും ഞങ്ങൾ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പരുത്തിയൂർ സെന്റ് മേരീസ് അസോസിയേഷൻ ദുബായ് UAE മീഡിയ റൂമിൽ നിന്നും തത്സമയ കളി വിവരണമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ രാജൻ കെ പരുത്തിയൂർ. എന്നെ സാങ്കേതികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഉദയ സ്പോർട്സ് ക്ലബിന്റെ മീഡിയ കൺവീനർ നിതീഷ് ജോൺ, അതോടൊപ്പം തത്സമയ സംപ്രേഷണ ടീമായ വെബ് സ്ട്രീം ടീമിലെ സാങ്കേതിക വിദഗ്ധർ. എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. കുരിശടിമുക്കും ട്വിങ്കിൾ സ്റ്റാറും തമ്മിലുള്ള മത്സരം ഇതാ ആരംഭിക്കുന്നു. കുരിശടിമുക്കിന്റെ കിക്ക് ഓഫോടുകൂടെ ട്വിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ട്വിങ്കിൾ സ്റ്റാർ മത്സരം വാശിയോടെ മുന്നേറുകയാണ്. രണ്ട് മികച്ച ടീമുകൾ, ആക്രമണ ഫുട്ബോളിന്റെ ആചാര്യന്മാരായ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. ഏത് നിമിഷവും ഗോൾ വീഴാം. ആ ഒരു ആവേശത്തോടെ ഒരു പ്രസ് ഗെയിമിന്റെ തലതൊട്ടപ്പന്മാരാണ് രണ്ട് ടീമുകളും, കുരിശടിമുക്കും ട്വിങ്കിൾ സ്റ്റാറും. മത്സരം നിയന്ത്രിക്കുന്നത് സച്ചിൻ വൈറ്റ്മാൻ. ട്വിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഫ്രീ കിക്ക്. ട്വിങ്കിൾ സ്റ്റാർ അത്യുഗ്രൻ ഷോട്ട്, ക്രോസ് ബാറിൽ ഉരുമി പുറത്തുപോയിരിക്കുന്നു. ഇഗ്നേഷ്യസിന്റെ മികച്ചൊരു ഷോട്ട്. കുരിശടിമുക്കിന് അനുകൂലമായ ഗോൾ കിക്ക്. ലോങ് കിക്കായി എടുത്തിരിക്കുന്നു. ട്വിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ട്വിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ത്രോയിൻ. ട്വിങ്കിൾ സ്റ്റാർ മികച്ച ഒരു സേവിലൂടെ കുരിശടിമുക്ക് ഗോൾ കീപ്പർ. അതിമനോഹരമായ സേവ്. ട്വിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ കോർണർ കിക്ക്. ശക്തമായ ഒരു ഹെഡർ പുറത്തേക്ക് പോയിരിക്കുന്നു. തലനാരിഴയ്ക്ക് കുരിശടിമുക്ക് രക്ഷപ്പെടുന്നു. മനോഹരമായ ആക്രമണ ഫുട്ബോളാണ് ഇരു ടീമുകളും കാഴ്ചവെക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന രീതിക്ക് പകരത്തിന് പകരം ആക്രമണവുമായി ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നു. ഒരു നാട്ടുകാരാണെങ്കിൽ പോലും മത്സര രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ശത്രു രാജ്യത്തെ പോലെ പോരടിക്കുന്ന ഇരു ടീമുകൾ തമ്മിലുള്ള മത്സരം ആവേശകരമായി മുന്നേറുന്നു. കുരിശടിമുക്കിന് അനുകൂലമായ ത്രോയിൻ. വീണ്ടും കുരിശടിമുക്കിന് അനുകൂലമായ ത്രോയിൻ. കുരിശടിമുക്ക് ആവേശകരമായ ആക്രമണ ഫുട്ബോൾ. ട്വിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. വീണ്ടും മികച്ച ഒരു ഷോട്ട് പോസ്റ്റിന് ഒരുമി പുറത്തു പോകുന്നു. ഹോളണ്ടിന് ജർമ്മനിയെ ഓർമ്മപ്പെടുത്തുന്ന ആക്രമണ ടോട്ടൽ ഫുട്ബോളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധമല്ല, ആക്രമണമാണ് ഏറ്റവും വലിയ ആയുധം എന്നുള്ള ചിന്തയോടുകൂടി ഇരു ടീമുകളും
പരസ്പരം പോരടിച്ച് മുന്നേറുന്നു. കുരിശടിമുക്കിന്റെ ത്രോയിൻ. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ടിങ്കിൾ സ്റ്റാർ. കുരിശടിമുക്ക്. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. മനോഹരമായ ക്രോസ്. മികച്ച ടാക്ലിങ്ങിലൂടെ കുരിശടിമുക്ക് ആക്രമണം മുന്നോടിച്ചിരിക്കുകയാണ്. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ത്രോയിൻ. ടിങ്കിൾ സ്റ്റാർ. ഗോൾ കീപ്പറുടെ മികച്ച ഒരു പഞ്ച്. കുരിശടിമുക്കിന് അനുകൂലമായ ഫൗൾ കിക്ക്. കുരിശടിമുക്കിന്റെ ഒരു പാസ് മിസ് പാസ്സായി മാറുന്നു. കുരിശടിമുക്കിന് അനുകൂലമായ കോർണർ. ഷോർട്ട് കോർണറായി എടുത്തു മാറ്റിയിരിക്കുന്നു. ത്രോയിൻ. കുരിശടിമുക്കിന് അനുകൂലമായ ടിങ്കിൾ സ്റ്റാർ അനുകൂലമായ ഗോൾ കിക്ക്. ടിങ്കിൾ സ്റ്റാർ. മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ആവേശകരമായി മുന്നേറുന്നത്. ബാക്ക് പാസ്. ഗോൾ കിക്ക്. എതിർ ഗോൾ വരെ താണ്ടി പുറത്തു പോയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ അനുകൂലമായ ഗോൾ കിക്ക്. ടിങ്കിൾ സ്റ്റാറിന്റെ പാസിംഗ്. വീണ്ടും ടിങ്കിൾ സ്റ്റാർ. മികച്ച പാസും പന്തടക്കവും കൈമുതലായുള്ള ടിങ്കിൾ സ്റ്റാറിന്റെ മികച്ച മുന്നേറ്റം. ഇഗ്നേഷ്യസ്. ഗോൾ. ഇഗ്നേഷ്യസിന്റെ ക്ലിനിക്കൽ ഫിനിഷ്. ടിങ്കിൾ സ്റ്റാറിന്റെ ഇഗ്നേഷ്യസ്, മുൻ ലിഫ താരം ഇഗ്നേഷ്യസ് ടിങ്കിൾ സ്റ്റാറിന് വേണ്ടി ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. 6ാം മത്സരത്തിലെ ആദ്യ ഗോൾ ടിങ്കിൾ സ്റ്റാറിന് വേണ്ടി ഇഗ്നേഷ്യസ് നേടിയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ 1, കുരിശടിമുക്ക് 0. ഏകപക്ഷീയമായ ഒരു ഗോളിന് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീം കുരിശടിമുക്ക് ബ്ലാക്ക് ടീമിനെതിരെ മുന്നിട്ട് നിൽക്കുന്നു. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. മുൻ ചാമ്പ്യന്മാരാണ് ടിങ്കിൾ സ്റ്റാർ. കുരിശടിമുക്കിന് അനുകൂലമായ ത്രോയിൻ. മികച്ചൊരു ഷോട്ട്, മികച്ചൊരു സേവ്. ടിങ്കിൾ സ്റ്റാർ ഗോൾ കീപ്പറുടെ മികച്ചൊരു സേവ്. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. സ്ലൈഡ് ഇൻ ടാക്കിംഗിലൂടെ കുരിശടിമുക്കിന്റെ പ്രതിരോധ താരം ടിങ്കിൾ സ്റ്റാറിന്റെ ആക്രമണത്തിന്റെ മുനയൊടിച്ചിരിക്കുന്നു. വീണ്ടും ടിങ്കിൾ സ്റ്റാർ ബാക്ക് പാസ്. ടിങ്കിൾ സ്റ്റാർ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. ഹോളണ്ടിനെ ഓർമ്മപ്പെടുത്തുന്ന അറ്റാക്കിംഗ് ടോട്ടൽ ഫുട്ബോളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു ടീമുകളും പരസ്പരം ആക്രമണ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച താരങ്ങളെ വാർത്തെടുക്കുവാനായി
ഒരു ചെറിയൊരു മത്സ്യഗ്രാമത്തിൽ 16 ടീമുകൾ പ്രതിഭാ ധാരാളിത്തം കൊണ്ട് സമ്പുഷ്ടമായ പരുത്തിയൂർ ഇടവകയിൽ നിന്നും 16 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പിലെ 6ാമത്തെ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിങ്കിൾ സ്റ്റാറിന്റെ പന്തടക്കം, ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം, വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റത്തിന്റെ മുനയൊടിച്ചിരിക്കുകയാണ് കുരിശടിമുക്കിലെ പ്രതിരോധ ഭടന്മാർ. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഫ്രീ കിക്ക്. മഞ്ഞ കാർഡ് എടുത്തിരിക്കുകയാണ് റഫറി. മത്സരം നിയന്ത്രിക്കുന്നത് ഓൾ ഇന്ത്യ റഫറിയായ ഉദയയുടെ സ്വന്തം സച്ചിൻ വൈറ്റ്മാൻ. മനോജ് ജെയിംസ് സാർ. ഈ മത്സരം നിയന്ത്രിക്കുന്നത് മെയിൻ റഫറി സച്ചിൻ വൈറ്റ്മാൻ, ഓൾ ഇന്ത്യ റഫറി. ഉദയയുടെ താരമാണ്, ഉദയയുടെ റഫറിയാണ്. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഫൗൾ കിക്ക്. കളിക്കാരുടെ ആശയക്കുഴപ്പം പരിഹരിക്കുവാൻ ഗോൾ കീപ്പറിന്റെ ജേഴ്സി നിറം മാറ്റിയിരിക്കുകയാണ്. മികച്ച പ്രൊഫഷണലിസത്വം നിലനിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് തത്സമയ സംപ്രേഷണത്തിലും സാങ്കേതിക വിദ്യയുടെ എല്ലാ വശങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഫൗൾ കിക്ക്. 3 പേരുടെ പ്രതിരോധ കോട്ട തീർക്കുകയാണ് കുരിശടിമുക്ക്. പ്രതിരോധ മതിലിൽ തട്ടിത്തെറിച്ചിരിക്കുന്നു ഗോൾ കിക്ക്. വീണ്ടും ടിങ്കിൾ സ്റ്റാർ. ബാക്ക് പാസ്. ഷോർട്ട് പാസ്. വാവ്, എന്ത് മനോഹരമായ ഒരു സ്കില്ലാണ്. ഗോൾ കീപ്പർ പോലും ഒരു കളിക്കാരനെ മാറുന്ന ഒരു ഇതാണ് കാണുന്നത്. അനിറ്റൻ, ടിങ്കിൾ സ്റ്റാറിന്റെ അനിറ്റൻ, ലിഫയുടെ ഉൽപ്പന്നം, ഉദയയുടെ താരം. ബാക്ക് ഹീൽ. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മനോഹരമായ ഒരു ഷോട്ട്, മനോഹരമായ ഒരു സേവ്. കുരിശടിമുക്ക്. കുരിശടിമുക്കിന്റെ ഒരു ത്രൂ പാസ് ഗോൾ കിക്കായി മാറിയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഗോൾ കിക്ക്. കോൾ എഫ് സിയുടെ താരം ജോണി കിക്ക് എടുക്കാൻ വരുന്നു. കോൾ എഫ് സിയുടെ താരം ജോയ്, നമ്പർ 21. കുരിശടിമുക്കിന്റെ സ്ട്രൈക്കറായി കളിക്കളത്തിലുള്ളത് ലിനസ്. ഏകപക്ഷീയമായ ഒരു ഗോളിന് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ലീഡ് ചെയ്യുന്നു. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പ് 6ാം മത്സരത്തിന്റെ പകുതി സമയം അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് മുന്നിട്ട് നിൽക്കുന്നു. ഈ ടൂർണമെന്റിന്റെ നല്ല നടത്തിപ്പിനായി ഞങ്ങളെ സാമ്പത്തികമായും സാങ്കേതികമായും ഞങ്ങളെ സഹായിച്ച എല്ലാ നല്ല സുമനസ്സുകൾക്കും സ്വാതന്ത്ര്യദിന ആശംസകളും അതോടൊപ്പം
നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അടുത്ത മത്സരം 7ാമത്തെ മത്സരത്തിനായി സ്റ്റൈലീസ് ഇവന്റ്സ് FC-യും ചങ്സ് FC-യും തയ്യാറായി നിൽക്കേണ്ടതാണ്. അടുത്ത മത്സരം സ്റ്റൈലിഷ് ഇവന്റ്സ് FC-യും ചങ്സ് FC-യും തമ്മിലായിരിക്കും. ഇരു ടീം മാനേജർമാരും താങ്കളുടെ ടീമിനെ തയ്യാറായി നിർത്തേണ്ടതാണ്. സമയം പരിമിതമായതിനാൽ എല്ലാവരും കൃത്യനിഷ്ഠ പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ വൈറ്റും കുരിശടിമുക്ക് ബ്ലാക്കും തമ്മിലുള്ള മത്സരത്തിന്റെ 2ാം പാദം ഇതാ ആരംഭിക്കാൻ പോകുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ലീഡ് ചെയ്യുന്നു. മത്സരത്തിന്റെ 2ാം പകുതി ആരംഭിക്കുമ്പോൾ ഗോൾ തിരിച്ചടിച്ച് സമനില പാലിക്കുവാനുള്ള തന്ത്രവുമായി കുരിശടിമുക്ക് ബ്ലാക്ക് ടീം ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ മറികടക്കുവാൻ വീണ്ടും ലീഡ് ഉയർത്തി വിജയം സുനിശ്ചിതമാക്കുവാൻ ടിങ്കിൾ സ്റ്റാറും മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരു ടീമുകളും ആക്രമണ ഫുട്ബോളിന്റെ വക്താക്കളാണ്. ഹോളണ്ടും ജർമ്മനിയും പോലെ ആക്രമണ ഫുട്ബോൾ മാത്രം കളിക്കുന്ന 2 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിന്റെ 2ാം പകുതി ഇതാ ആരംഭിക്കുന്നു. രണ്ടാം പകുതി ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. വീണ്ടും ടിങ്കിൾ സ്റ്റാർ. രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. ആദ്യ പകുതി തുടങ്ങിയ ആദ്യ സെക്കൻഡുകളിൽ തന്നെ 2ാമത്തെ ഗോൾ നേടി തങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കിയിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ തിരിച്ചു വരുമോ കുരിശടിമുക്ക് ബ്ലാക്ക്? കാണാം, കാത്തിരിക്കാം. ഇനിയൊരു കളിമാമാങ്കം. ടിങ്കിൾ സ്റ്റാർ വൈറ്റിന്റെ മുന്നേറ്റം. വീണ്ടും 2-0 ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ലീഡ് ചെയ്യുന്നു. കുരിശടിമുക്ക് തിരിച്ചടിക്കുമോ ഇല്ല കീഴടങ്ങുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടിക്കി ടാക്ക ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടിങ്കിൾ സ്റ്റാർ ഫ്രണ്ട്സ്. ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന് അനുകൂലമായ ഫൗൾ കിക്ക്. റഫറി വീണ്ടും മഞ്ഞക്കാർഡ് പുറത്തെടുത്തിരിക്കുകയാണ്. കുരിശടിമുക്ക് ബ്ലാക്കിനെതിരെ ഹാൻഡ്ബോൾ. ഇഗ്നേഷ്യസും ജോയിയും തന്ത്രം മെനയുന്നു ഫ്രീ കിക്ക് എടുക്കുവാൻ. 3 പേരുടെ പ്രതിരോധ കോട്ട തീർത്തിരിക്കുകയാണ് കുരിശടിമുക്ക്. ടിങ്കിൾ സ്റ്റാർ അതൊരു ഷോർട്ട് കിക്കായി എടുത്തു. ജോയ്, ഇഗ്നേഷ്യസ്, അനിറ്റൻ. ടിങ്കിൾ സ്റ്റാറിന്റെ മനോഹരമായ ഒരു ഷോട്ട് പുറത്തു പോയിരിക്കുന്നു. ഒരു ഇടംകാലൻ അടിയായിരുന്നു. കുരിശടിമുക്ക് ബ്ലാക്കിന് അനുകൂലമായ ഗോൾ കിക്ക്. 2 ഗോൾ അടിച്ചപ്പോഴേക്കും കുരിശടിമുക്ക് തളർന്ന മട്ടിലാണ്. വീണ്ടും സമയമുണ്ട്. ഗോളുകൾ തിരിച്ചടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടിങ്കിൾ സ്റ്റാറിന് ലീഡ് ഉയർത്താനും കഴിയും. മത്സരമാണ്. ആ ഒരു സ്പിരിറ്റോടുകൂടി കാണുക, പോരാടുക, പോരടിക്കുക, വിജയിക്കുക. ഉദയ ഇൻഡിപെൻഡൻസ് കപ്പിന്റെ 6ാമത്തെ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ലീഡ് ചെയ്യുന്നു. സന്തോഷ് ട്രോഫി ഗ്രാമം എന്നറിയപ്പെടുന്ന പൊഴിയൂരിലെ പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി താരങ്ങളെ ഈ സംഭാവന ചെയ്തിട്ടുള്ള പൊഴിയൂരിലെ, അതിൽ തന്നെ പ്രത്യേകിച്ച് പരുത്തിയൂർ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 6ാമത്തെ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. കുരിശടിമുക്ക് മുന്നേറുന്നു. വൗ! നിർഭാഗ്യവശാൽ പോസ്റ്റിൽ ഇടിച്ചു മടങ്ങുന്നു. കുരിശടിമുക്കിന്റെ അതിമനോഹരമായ ഒരു ഫ്ലിക്ക് ഷോട്ട്, പ്ലേസിംഗ് ഷോട്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പോസ്റ്റിൽ ഇടിച്ച്
അത് തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും ടിങ്കിൾ സ്റ്റാറിന്റെ മുന്നേറ്റം. ടിങ്കിൾ സ്റ്റാർ ആര് വാഴും ആര് വീഴും എന്ന് ഏതാനും സെക്കൻഡുകൾക്ക് അറിയാൻ പറ്റും. രണ്ടാം പകുതിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സമയമില്ല. കുരിശടിമുക്കി ആക്രമിക്കണം. ടിങ്കിൾ സ്റ്റാർ പ്രതിരോധം തീർക്കണം. വീണ്ടും ഗോൾ, വീണ്ടും ഗോൾ. ടിങ്കിൾ സ്റ്റാറിന്റെ മനോഹരമായ ഒരു ഫിനിഷിംഗ് മൂന്നാമത്തെ ഗോളായി പരിണമിച്ചിരിക്കുന്നു. ടിങ്കിൾ സ്റ്റാർ 3, കുരിശടിമുക്ക് 0. സർവീസസ് താരം നേടിയ ഗോൾ. ഇന്ത്യൻ ആർമി താരമായ കെജിൻസിന്റെ ഗോളിലൂടെ ലീഡ് 3 ഉയർത്തിയിരിക്കുകയാണ് ടിങ്കിൾ സ്റ്റാർ വൈറ്റ്. ഈ ഒരു ഇൻഡിപെൻഡൻസ് കപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. പല ഡിപ്പാർട്ട്മെന്റുകളിലും കളിക്കുന്ന പ്രൊഫഷണൽ താരങ്ങൾ 16 ടീമുകളിലും അണിനിരക്കുന്ന അത്യുജ്വലവും ആവേശകരവുമായ ഒരു ടൂർണമെന്റ് ആണ് ഉദയ പരുത്തിയൂർ സംഘടിപ്പിക്കുന്ന ഈ ഇൻഡിപെൻഡൻസ് കപ്പ് ടൂർണമെന്റ്. പ്രൊഫഷണലിസത്തിന്റെ മറുവാക്കായി മാറിയിരിക്കുകയാണ് ഈ സംഘാടകർക്ക്. വീണ്ടും നേടിയിരിക്കുകയാണ് 4ാമത്തെ ഗോൾ. ഗോൾ അനിറ്റന്റെ ഫ്രീ കിക്ക് ഗോളായി മാറിയിരിക്കുന്നു. ജോയ് അടിച്ചിരിക്കുന്നു 4ാമത്തെ ഗോൾ. കോളം FC പ്രതിരോധ താരം, ഉദയയുടെ പ്രതിരോധ താരം, ടിങ്കിൾ സ്റ്റാറിന്റെ പ്രതിരോധ താരം ജോയ് നേടിയിരിക്കുന്നു ടിങ്കിൾ സ്റ്റാർ വൈറ്റിന് വേണ്ടി 4ാമത്തെ ഗോൾ. കുരിശടിമുക്കിന്റെ മുന്നേറ്റം. മിസ് പാസ്. വീണ്ടും പന്ത് ടിങ്കിൾ സ്റ്റാറിന്റെ കാലുകളിൽ. ടിങ്കിൾ സ്റ്റാറിന്റെ ഏകപക്ഷീയ മുന്നേറ്റം. ഗോളിയെയും കബളിപ്പിച്ച് അടുത്ത ഗോളും ഇതാ നേടിയിരിക്കുന്നു. ഗോൾ നില വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ടിങ്കിൾ സ്റ്റാർ. കുരിശടിമുക്ക് നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോളിയെയും പ്രതിരോധ ഭടന്മാരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ടിങ്കിൾ സ്റ്റാർ വീണ്ടും ഗോളുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. 1986 വേൾഡ് കപ്പിൽ മറഡോണയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കുരിശടിമുക്കിന്റെ എല്ലാ താരങ്ങളെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ടിങ്കിൾ സ്റ്റാർ വൈറ്റിന്റെ താരം 4ാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. ആര് വാഴും ആര് വീഴും. എന്തായാലും ഇനി കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് വീഴാൻ സാധ്യതയില്ല. ടിങ്കിൾ സ്റ്റാർ വൈറ്റ് വീണ്ടും ലീഡ് ഉയർത്തുമോ? ഇല്ല. കുരിശടിമുക്ക് ബ്ലാക്ക് ആശ്വാസ ഗോൾ നേടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. മത്സരത്തിന്റെ അവസാന വിസിലും ഇതാ മുഴങ്ങിയിരിക്കുന്നു. മത്സരം അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ടിങ്കിൾ സ്റ്റാർ വൈറ്റ് കുരിശടിമുക്ക് ബ്ലാക്ക് ടീമിനെ വീഴ്ത്തിയിരിക്കുന്നു. ഈ മത്സരത്തിലെ മികച്ച താരത്തിന് സ്പൈഡർ ഫാഷൻ ഹബ് നൽകുന്ന മെമന്റോയും അലക്സിസ് സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും പ്രോത്സാഹന സമ്മാനമായി നൽകുന്നതായിരിക്കും. അടുത്ത മത്സരം ഈ ടൂർണമെന്റിലെ 7ാമത്തെ മത്സരത്തിനായി സ്റ്റൈലിഷ് ഈവന്റ്സ് FCയും ചങ്ക്സ് FCയും എത്രയും വേഗം താങ്കളുടെ ടീമുകളെ ഗ്രൗണ്ടിൽ ഇറക്കേണ്ടതാണ്. സമയം പരിമിതമായതിനാൽ ഇരു ടീം മാനേജർമാരും എത്രയും വേഗം താങ്കളുടെ ടീമുകളെ മൈതാനത്തിൽ ഇറക്കി കളിക്കാൻ തയ്യാർ